ഞാൻ പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്നും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ദൈവം തന്ന നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ലോകം നിസ്സഹായ അവസ്ഥയിൽ ആയിരിക്കുന്ന സമയമാണ്. സഹായിക്കാൻ മറ്റാരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയ സമയം. പർവ്വതം പോലെയുള്ള പ്രതിസന്ധികൾ നമുക്ക് മുന്നിൽ, ഒത്തിരിയേറെ വെല്ലുവിളികള്, പ്രകൃതിക്ഷോഭം, ദുരന്തങ്ങളായിട്ട് മനുഷ്യ മക്കളുടെ കൺമുമ്പില്, ദൈവകരങ്ങളില് നമ്മെ ജീവിക്കാൻ അനുവദിച്ചവന്റെ കരങ്ങളിൽ നമുക്ക് ഈ ദിവസത്തെ സമർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:23 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്ന്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തില് ലോകത്തെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും നമുക്ക് സമർപ്പിക്കാം. ദൈവം തൻ്റെ ഛായയില് സാദൃശ്യത്തില് സൃഷ്ടിക്കപ്പെട്ട അങ്ങയുടെ മക്കളെ ശിക്ഷിക്കരുതേ, കരുണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിലവിളിക്ക് മുന്നിൽ കടന്നു വരുന്ന ഒരു ദൈവം മാത്രമാണ് നമുക്കുള്ളത്. യെശയ്യാ 41:13 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ദൈവത്തിന്റെ വചനമാണിത്. നമ്മളെ സഹായിക്കാൻ അവിടുത്തെ വലത് കൈ നമ്മുടെ മുന്നിലുണ്ട്. ആ കരങ്ങളിലേക്ക് ലോകത്തെ നമുക്ക് സമർപ്പിക്കാം. നിസ്സഹായ അവസ്ഥയിൽ കീഴുന്ന മനുഷ്യ മക്കളുടെ ദീനരോധനത്തിന്റെ വിലാപം നമുക്ക് സമർപ്പിക്കാം. കാരണം കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, കഴിഞ്ഞ കാലങ്ങള് നമ്മൾ ഓർക്കുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകളെ പറ്റി ധ്യാനിക്കേണ്ട സമയമാണ്. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട സമയമാണ്. 143 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 7 തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്, 5 തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ ഹിതം എന്താണോ അത് ഞങ്ങളെ പഠിപ്പിക്കണം, അങ്ങയുടെ മാർഗം എന്താണോ അത് ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരണമെന്ന് ഈ പ്രഭാതം നമുക്ക് തന്ന ആ ദൈവകരങ്ങളിലേക്ക് നമുക്കെല്ലാം വിട്ടുകൊടുക്കാം. നിസ്സഹായ അവസ്ഥ, പല വാതിലും മുട്ടി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങള്, പലതരത്തിലുള്ള വെല്ലുവിളികള്, അമ്മ മാതാവിന്റെ കൈകളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക്, യേശുപിതാവിന്റെ കരങ്ങളിലേക്ക്, തൃത്വ കൂട്ടായ്മയിലേക്ക് നമുക്കെല്ലാം വിട്ടുകൊടുക്കാം. ദൈവമേ, ഞങ്ങൾ നടക്കേണ്ട വഴി ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾ എങ്ങോട്ട്, എന്ത്, എങ്ങനെ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഈ സാഹചര്യങ്ങളില് ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരം നമ്മുടെ കൂടെ ഉണ്ടാകണം. കഷ്ടകാലത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വലിയ വിശ്വാസത്തില് ഇന്നത്തെ ദിവസം മുഴുവനും, പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള് മനുഷ്യ മക്കളെ കണ്ണുനീരിലാഴ്ത്തിയിരിക്കുന്ന ഈ നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് കാരുണ്യത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി നമ്മൾ നിലവിളിക്കേണ്ട സമയമാണ്. മനുഷ്യർക്ക് നിസ്സഹായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.